അപ്പം ദുരാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരത് അതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ചില ശബ്ദങ്ങൾ കേട്ടെന്ന് വരും. ഇപ്പോൾ ഫ്ലൂട്ടിൻ്റെ ശബ്ദം സാധാരണ ആളുകൾ കേൾക്കുന്നത്, ബാധാദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഉള്ളവർ സിദ്ധികളുടെ പുറകെ പോകത്തില്ല. ഈ ബാധയും ദുരാത്മാവും രണ്ടും രണ്ടാണോ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഈ ദുരാത്മാക്കളുണ്ടോ? ഈ പൂർവജന്മം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഈ പൂർവജന്മം ഓർമ്മയുണ്ടെന്ന് പറയുന്ന കുറേ പേരെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം ഹാലൂസിനേഷൻ ആയിരിക്കുമോ? ഇന്ന് നമ്മളോടൊപ്പം പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറാണുള്ളത്. നമസ്കാരം സാർ. സാറ് നമ്മൾ അബാക്കിൽ ഒരുപാട് എപ്പിസോഡുകൾ സാറിന് തന്നെ എടുത്തിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് കുണ്ടലിനി യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം പലപ്പോഴും ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഹാലൂസിനേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ പറയുന്നതും നമ്മളുടെ ചിന്താശേഷിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകാത്ത കാര്യങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യമായിരിക്കും ഇവർ കാണുന്ന കാര്യങ്ങളെല്ലാം? കുണ്ടലിനി യോഗം സാധാരണ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിദ്ധികൾ കിട്ടാൻ വേണ്ടിയാണ്. യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിസ്സംഗതയാണ്, ഒന്നും കിട്ടണ്ട എന്നുള്ള ഒരു മനോനിലയാണ്. കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യുന്നവർ തനിക്കെന്തോ വലുതായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതെ, അവരുടെ പ്രതീക്ഷ അതിരെ കടക്കുമ്പോഴാണ് അവർക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് പല സിദ്ധികളുമുണ്ട്, ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കും. അതുപോലെ തന്നെ ചിലർ സ്പിരിച്വാലിറ്റി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇഷ്ടദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവർ ദൈവത്തിനെ കണ്ടു എന്ന് വിചാരിക്കും. അവർക്കൊരു ഹാലൂസിനേഷൻ ഉണ്ടാകുന്നതേ ഉള്ളൂ. ഇത് എല്ലാം ഹാലൂസിനേഷൻ ആയിരിക്കുമോ? അതായത് കാണുന്ന എല്ലാ കാഴ്ചകളും ഹാലൂസിനേഷൻ മാത്രമായിരിക്കും? എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടാകുമോ ഇതിൽ? നമ്മളുടെ മനസ്സ് പല അവസ്ഥകളിൽ എത്തുമ്പോൾ ചില പ്രൊജക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ ഇഷ്ടദൈവത്തിനെ കണ്ടുവന്ന് വരും, പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഒരു പ്രൊജക്ഷൻ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ കേട്ടെന്ന് വരും. ഇപ്പോൾ ഫ്ലൂട്ടിൻ്റെ ശബ്ദം സാധാരണ ആളുകൾ കേൾക്കുന്നത്, ഇതൊന്നും ഹാലൂസിനേഷൻ അല്ല, അവരുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക നിലയിലെത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില അവസ്ഥകളാണ്. ഇതൊക്കെ മനസ്സിൻ്റെ പ്രൊജക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പം എന്നൊരു കൊണ്ണോട്ടേഷനുണ്ട്. ഇപ്പം എല്ലാം കുഴപ്പമാകണമെന്നില്ല. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബാധാദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? എന്ത് സജഷൻ കൊടുത്താലും ഈ ബാധ ഒഴിയും. അത് നമ്മൾ എന്ത് ചെയ്താലും മതി. യഥാർത്ഥത്തിൽ ഈ ദുരാത്മാക്കളുണ്ടോ? അത് വേറെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ബാധ എന്ന് പറയുന്നത് കൂടുതലും മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു ഡിവൈസാണ്. എന്തെങ്കിലും കാര്യസാധ്യത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിന് അതിര് കിടന്ന വിഷമം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനൊക്കെ ഈസ്റ്റീരിക് ടെമ്പർമെൻ്റ് ഉള്ളവർ സ്വയം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ബാധ എന്ന് പറയുന്നത്. ഈ ബാധയും ദുരാത്മാവും രണ്ടും രണ്ടാണോ? തീർച്ചയായിട്ടും. ഈ ദുരാത്മാവ് എന്ന് പറയുന്നത് ഒരു അതിര് കിടന്ന സങ്കല്പമാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ മതി, അത് നല്ലതോ ചീത്തയോ ആകാം. അത് പാരാസൈക്കോളജിയിലെ ഒരു തർക്കമുള്ള കാര്യമാണ്. എല്ലാവരും ഒരഭിപ്രായം പറയണമെന്നില്ല. അത് പാരാസൈക്കോളജിയിൽ ഒരു അടിസ്ഥാനപരമായ ഒരു മെത്തഡോളജിക്കൽ പ്രോബ്ലം ഉള്ളത് ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ഒരു കാര്യവും. നേരെ മറിച്ച് ഉണ്ടെന്നുള്ളതിന് നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം, ഇല്ലെന്ന് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ ഒക്കത്തില്ല. ഉദാഹരണമായിട്ട് വെളുത്ത കാക്ക ഉണ്ടോ? ഇപ്പം നമ്മൾ ഇറങ്ങി കുറേ കറുത്ത കാക്കയെ കണ്ടുകൊണ്ട് വെളുത്ത കാക്ക ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഒരു ജെനുവിനായിട്ടുള്ള വെളുത്ത കാക്കയെ കണ്ടാൽ നമുക്ക് പറയാം വെളുത്ത കാക്ക ഉണ്ട്. അപ്പോൾ ദുരാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ചിലരത് അതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു, ചിലർ ആ തെളിവുകൾ പര്യാപ്തമല്ലെന്ന് പറയുന്നു. അതൊരു തർക്ക വിഷയമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബാസോപദ്രവം എന്നൊക്കെ പറയുന്നത് ദുരാത്മാവായിട്ട് സാധാരണ നമ്മൾ പറയാറില്ല. അതൊരു ഹിസ്റ്റീരിക് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ദേവത ഉപാസന അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം ഈ ഉപാസന ചെയ്യുമ്പോൾ അവർക്കൊരു ശക്തി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുണ്ട്. ഇത് ആ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടല്ലേ? അത് നമുക്ക് തീർച്ച പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ഉപാസന ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മറ്റു കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ താങ്കൾക്ക് ഒരു ചാനലിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്കൾ അതിന് വേണ്ടി ചാനൽ ഓണറെ സമീപിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ എന്തെങ്കിലും ഉപാസനയും ചെയ്യുന്നു. അപ്പോൾ താങ്കൾക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ താങ്കൾ വിചാരിക്കും ഉപാസന ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. പക്ഷെ അത് അങ്ങനെ ആകണമെന്നില്ല. ഒരുപക്ഷെ ഉപാസന ചെയ്തില്ലെങ്കിലും താങ്കൾക്ക് ജോലി കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഈ ഉപാസന ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്നത് കിട്ടിയതെന്ന് നമുക്ക് ഒരിക്കലും തീർച്ച പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. ഒരു പാരാസൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തേടി പോകുന്ന ഒരാളാണ്. അപ്പം അത്തരത്തിൽ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ സ്പിരിച്വൽ പാത്തിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടെന്നുള്ള അവസ്ഥയാണ്, നിസ്സംഗതയാണ്. അപ്പോൾ എനിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എനിക്ക് എത്രമാത്രം ആഗ്രഹ നിവൃത്തി ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ട്, പക്വതയുണ്ട് എന്നുള്ളതൊക്കെ വെച്ചാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അപ്പം അങ്ങയെ സംബന്ധിച്ച് അങ്ങ് സ്പിരിച്വലാണോ? അത് നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ സ്പിരിച്വൽ അല്ലെന്ന് ഉടനെ മനസ്സിലാക്കുക. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സ്പിരിച്വൽ അല്ല. സ്പിരിച്വൽ ആകുന്നവർ ഒരു അതീന്ദ്രിയ ശക്തി ഉള്ളവർ ആകണം എന്നെന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഒട്ടുമില്ല. നേരെ മറിച്ച് അതീന്ദ്രിയ ശക്തിയുടെ പുറകെ പോകുന്നവർ സ്പിരിച്വൽ അല്ല, അവർ സിദ്ധി ഉള്ളവരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിദ്ധിക്ക് പുറകെ പോകുന്നവരെന്ന് പറയാം. യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഉള്ളവർ സിദ്ധികളുടെ പുറകെ പോകത്തില്ല. ഇനി അഥവാ അവർക്ക് സിദ്ധി ഉണ്ടെങ്കിലും അവരത് യൂസ് ചെയ്യത്തില്ല, അവരതിനെ അവരുടെ സിദ്ധി ഉപയോഗിച്ച് തന്നെ അടക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പല ആളുകളും പറയുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സിദ്ധികളാണ് നമ്മുടെ പിന്നത്തെ ജന്മത്തിൽ അത് നമ്മളെ തേടി വരുന്നതാണെന്ന്. അപ്പോൾ ഈ പൂർവ്വജന്മം എന്നത് യാഥാർത്ഥ്യമാണോ? ഈ പൂർവ്വജന്മം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പൂർവ്വജന്മ ഓർമ്മയുണ്ടെന്ന് പറയുന്ന കുറേ പേരെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിനെപ്പറ്റി വലിയ ഒരു കളക്ഷൻ ഓഫ് റിസർച്ച് മെറ്റീരിയലുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വളരെ അപൂർവമായിട്ട് മാത്രമേ ആളുകൾക്ക് പൂർവ്വജന്മ ഓർമ്മ വരുന്നുള്ളൂ. കൂടുതലും കൊച്ചു കുട്ടികളാണ്, ഒരു 3 തൊട്ട് 6 വയസ്സ് വരെ ഇടയിലുള്ള പ്രായത്തിലാണ് അവർക്ക് പൂർവ്വജന്മ ഓർമ്മ വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും ജന്മത്തിൽ ആക്സിഡൻറ്റിലും മരിച്ചവരാണ്. പിന്നെ വേറൊരു റെയർ ടൈപ്പ് ഉള്ളത് വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ, സ്പിരിച്വലി എവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ മരണം പ്രെഡിക്റ്റ് ചെയ്യാം. അവർക്ക് ഇതുപോലെ അവർ ഇച്ഛിക്കുന്ന സ്ഥലത്ത് പുനർജനിക്കാം. അവർക്ക് ജനിക്കുമ്പോഴേ പൂർവ്വജന്മ ഓർമ്മയാണ്. ഇങ്ങനെ 2 ടൈപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മൈൻഡിൻ്റെ കണ്ടൻസ് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ പൂർവ്വജന്മ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോഴും മാത്രമേ നമ്മൾ പൂർവ്വജന്മം അവകാശപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ താങ്കൾ നെപ്പോളിയനാണ്, അല്ലെങ്കിൽ താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ ഹിറ്റ്ലറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
ഇന്നത്തെ കാലത്ത് ഈ പൂർവ്വജന്മം തേടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ. ഇപ്പം നാഡീ ജ്യോതിഷം അല്ലെങ്കിൽ വെറ്റില ജ്യോതിഷം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പൂർവ്വജന്മം തേടി റിഗ്രഷൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. സാറ് അത്തരത്തില് ഏതെങ്കിലും സമയം സാറിന്റെ പുനർജന്മം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു?